തൊഴിലന്വേഷകരായ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് മാർഗനിർദ്ദേശം നൽകുമെന്ന് റിയാദിലെ എഞ്ചിനീയേഴ്സ് ഫോറം. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സൗദിയിൽ എഞ്ചിനീയർമാരുടെ ഉന്നമനത്തിനും തൊഴിൽ നൈപുണ്യത്തിനുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള എഞ്ചിനീയേഴ്സ് ഫോറം. കേരള എഞ്ചിനീയേഴ്സ് ഫോറം റിയാദ് ചാപ്റ്ററിന്റെ 2025-2027 വർഷത്തിലേക്കുള്ള പുതിയ ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത്. പ്രസിഡന്റായി അബ്ദുൽ നിസാറിനെയും മുഹമ്മദ് ഹഫീസിനെ ജനറൽ സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റുമാരായി ആഷിഖ് പാണ്ഡികശാലയെയും ഷഫാന മെഹ്റു മൻസിലിനെയുമാണ് തെരഞ്ഞെടുത്തത്. ജോയിന്റ് സെക്രട്ടറിമാരായി ശ്യാംരാജ്, സന്ദീപ് ആനന്ദ് എന്നിവരെയും ട്രഷററായി മുഹമ്മദ് ഷെബിൻ, അസിസ്റ്റന്റ് ട്രഷററായി നിഹാദ് അൻവർ എന്നിവരെയുമാണ് തിരഞ്ഞെടുത്തത്. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയെ അവരൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക. അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികൾ അതും നടത്തുന്നുണ്ട് നമ്മൾ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ പല സൊസൈറ്റി അവർക്കുള്ള എംപവർമെന്റിനും അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതാണ്. 2022 ആരംഭിച്ച എഞ്ചിനീയേഴ്സ് ഫോറത്തിൽ നിലവിൽ 1000-ഓളം അംഗങ്ങളാണുള്ളത്. എഞ്ചിനീയർമാരുടെ ഉന്നമനത്തിനും തൊഴിൽ നൈപുണ്യത്തിനുമായാണ് ഫോറം നിലകൊള്ളുന്നത്. ഇതോടൊപ്പം കലാകായിക സാംസ്കാരിക പരിപാടികളും ആസൂത്രണം ചെയ്യുന്നതായും റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സ്പോർട്സ് ഇവന്റ് നടത്തും. ഈ വെരി റീസെൻ്റ്ലി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ കൾച്ചറൽ ഇവൻറ്റ്സ് അങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ മന്ത്ലി ടെക്നിക്കൽ ഇവൻറ്റ്സ്. ഇപ്പോൾ റീസെൻ്റ്ലി അടുത്തത് വരാൻ പോകുന്നത് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി, വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ബിസിനസ് കമ്മ്യൂണിറ്റിയെ എങ്ങനെ കണക്ട് ചെയ്യിക്കാം എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേൾഡ് കപ്പിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് ഗൈഡ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. തൊഴിലന്വേഷകരായ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി പ്രത്യേക പ്ലേസ്മെന്റ് സെല്ലും ഫോറത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അംഗങ്ങൾക്കായി നിരവധി സാങ്കേതികേതര പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംഘടനയിലെ അംഗങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമായ കൂടുതൽ സാങ്കേതിക പരിപാടികൾ ഫോറം നടപ്പിലാക്കും. സൗദി അറേബ്യയിലെ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് സമൂഹത്തിന്റെ അവബോധം വളർത്തുക, മേഖലയിലെ പുതിയ എഞ്ചിനീയർമാർക്കും കേരളത്തിൽ നിന്ന് സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നിവയും ഫോറത്തിന്റെ ലക്ഷ്യങ്ങളാണ്. 2030 വിഷൻ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഫീമെയിൽ എംപവർമെന്റിനൊക്കെ വെച്ച് നോക്കിയിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ വരുന്ന ഈ ടേമിൽ അവരെ ഗ്രോത്ത് പ്ലാൻ ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ഇവൻറ്റ്സും കുറച്ച് സോഷ്യൽ എല്ലാവരും ഒന്ന് ബോണ്ട് ചെയ്യാനുള്ള അങ്ങനത്തെ ഇവൻറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ടെക്നിക്കൽ ഇവൻറ്റ്സിലും ഫീമെയിൽ എഞ്ചിനീയേഴ്സ് ആർ ഇൻവൈറ്റഡ്. അവർ അതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കുന്നുണ്ട്. റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ നിസാർ ഹുസൈൻ, സന്ദീപ് ആനന്ദ്, ആഷിഖ് പാണ്ഡികശാല, അബ്ദുൽ നിസാർ, ഹഫീസ് ബിൻ കസീം, മുഹമ്മദ് ഷെബിൻ, ഷഫ്ന മെഹ്റു മൻസിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.